ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനാടയുടെ റെസിപ്പിയാണ്. ഇത് ഞാൻ അയില വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 2 അയിലയാണ് എടുത്തത്. ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊരു 10 മിനിറ്റ് വെച്ച ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് അയില ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അയില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇവിടെ അയിലയൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മസാല ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് തേങ്ങയൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിന് വേണ്ടി ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ചെറിയുള്ളിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം അരഞ്ഞു പോകാൻ പാടില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. പിന്നെ ഇതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാള ചെറുതായി കട്ട് ചെയ്തിട്ടാണ് എടുത്തത്. പിന്നെ 2 പച്ചമുളക് വേണം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തത്. പിന്നെ ഈ മസാല ഉണ്ടാക്കുന്നത് മീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നെയാണ്. എണ്ണ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് മാറ്റി കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇവിടെ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും, ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുത്ത് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കണം. മീനിലെ മുള്ളൊക്കെ മാറ്റി ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്തൊക്കെ സ്റ്റൗ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ അട ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തത്. ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ പച്ചവെള്ളം ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ചൂടുവെള്ളം ചേർത്തിട്ടും കുഴച്ചെടുക്കാം. പിന്നെ ഇത് കുഴച്ചെടുക്കാനുള്ള വെള്ളത്തിൻ്റെ അളവ് നിങ്ങളെടുക്കുന്ന അരിപ്പൊടി അനുസരിച്ച് മാറ്റം വരാം. അതുകൊണ്ട് വെള്ളം കുറച്ചായി ചേർത്തിട്ട് മാത്രം കുഴച്ചെടുക്കണം. ഞാനിവിടെ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളിത് കുഴച്ചെടുത്ത പാട് തന്നെ അട ചെയ്തെടുക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാക്കി കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. ഞാനിത് മാറ്റിയൊന്നും വെക്കുന്നില്ല. മസാലയൊക്കെ റെഡി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ വാഴയിലയിലേക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ ഒരു ഭാഗത്തായിട്ടാണ് മസാല വെച്ച് കൊടുക്കുന്നത്. മസാല വെച്ച് കൊടുത്ത ശേഷം ഇല ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. പിന്നെ ഇത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കണം. കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് മസാല വെച്ചിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കാം. മടക്കിയ ശേഷം ഇല ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് മാത്രമേ പ്രസ് ചെയ്ത് കൊടുക്കാവൂ, ഇല പൊട്ടിപ്പോവാൻ പാടില്ല. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മസാലയൊന്ന് ബാലൻസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഒരുമിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു സൈഡൊന്ന് കുക്കായപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 സൈഡൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടാറിയ ശേഷം നമുക്കിതിൻ്റെ ഇല മാറ്റിയെടുക്കാം. എല്ലാ അടയുടെയും ഇല ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കണം. എല്ലാ ഇലയും ഞാൻ ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. മീനട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.